ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ് പായിക്കാട്ട്. റോമാലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. സെയിന്റ് പോൾ, ദ ലെറ്റർ ഓഫ് സെയിന്റ് പോൾ ടു ദ റോമൻസ്, ചാപ്റ്റർ 1 verse 28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. They did not think it worthwhile to retain the knowledge of God. So God gave them over to depraved mind so that they do what ought not to be done. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ യുവജന മതബോധന ഗ്രന്ഥം, അതിൻ്റെ ഭാഗമായി യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റ്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ കടന്നു പോകുന്നു. 5-ാമത്തെ ചോദ്യത്തിലേക്കാണ് നാം കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തെ നാം എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്നതും ദൈവത്തെ എന്തുകൊണ്ട് നാം അന്വേഷിക്കുന്നു, ദൈവത്തെ നമ്മുടെ യുക്തി കൊണ്ട്, ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ഇതായിരുന്നു, ദൈവത്തെ നമ്മുടെ യുക്തി കൊണ്ട് അന്വേഷിക്കാനും അറിയാനും കഴിയുമോ? തീർച്ചയായിട്ടും അറിയാൻ കഴിയും എന്നാണ് നമ്മൾ ആ ഉത്തരം കണ്ടെത്തിയത്. 5-ാമത്തെ ചോദ്യം നമ്മൾ വായിക്കുകയും അതിൻ്റെ ആ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ ചോദ്യങ്ങളുടെ ആ അന്തസത്ത. നമുക്കറിയാൻ കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് നമുക്കറിയാൻ കഴിയും, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അതിനൊരു വിമുഖത കാട്ടുന്നു? 5-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പറയുക: യുക്തി കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയുമെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് ദൈവാസ്തിത്വം നിഷേധിക്കുന്നു? ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അറിയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അത് നിഷേധിക്കുന്നു? ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറയുന്നത്. അദൃശ്യനായ ദൈവത്തെ അറിയുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്, ഒരു വലിയ വെല്ലുവിളിയാണ്. അദൃശ്യനായ ദൈവത്തെ അറിയുക, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്കറിയാൻ സാധിക്കും. പക്ഷെ ദൈവമുണ്ടെന്ന് ഒരു വിശ്വാസം നമുക്കുണ്ട്. അത് ആഴത്തിൽ, ആ വിശ്വാസം നമ്മിൽ നിക്ഷിപ്തമാണ്. നമ്മെ സൃഷ്ടിച്ച നാൾ മുതൽ നമ്മുടെ ഉള്ളിൽ കർത്താവായ ദൈവം നിക്ഷേപിച്ച ഒന്നാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ദൈവത്തെ അറിയുന്നത് ഒരു പോരായ്മയായിട്ട് മനുഷ്യൻ കാണുകയാണ്. ഒരുപാട് ജനസമൂഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജനങ്ങൾ, വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവത്തെ അറിയുക, അവർക്കറിയാം അവർ ചെയ്യുന്നത് തെറ്റാണ്. അവർ എന്താ പറയുക, മദ്യപിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിലും അതിൽ ലോകം തരുന്ന ഒരു സന്തോഷത്തിലേക്ക് അവർ വീണുപോവുകയാണ്. അതിൻ്റെ ഉത്തരം ഇങ്ങനെ പോകുന്നു: മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. ചിലർ ദൈവത്തെ അറിയാൻ, ഉത്തരം വളരെ ശ്രദ്ധയോടെ കേൾക്കണേ, ചിലർ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം ഇതാണ്: അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യം ഉത്തരം ആവാത്തതായതുകൊണ്ട് അർത്ഥശൂന്യമാണെന്ന് പറയുന്ന ആരും തനിക്ക് വേണ്ടി കാര്യങ്ങൾ നിസ്സാരമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചോദ്യം: why do people deny that God exists if they can know him by reason? ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. To know the invisible God is a great challenge for the human mind. Many are scared of by it. Another reason why some do not want to know God is because they would then have to change their life. They would then have to change their life. ദൈവത്തെ അറിഞ്ഞു പോയാൽ അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ ചിലർ ആഗ്രഹിക്കാത്തതാണ്. അവർ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം തരുന്ന, നമ്മുടെ ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ടത് സ്വർഗത്തിലാണെന്നും ആ സ്വർഗത്തിൽ നിത്യമായൊരു ജീവിതമുണ്ടെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകമല്ല നമുക്ക് പ്രധാനം. ഈ ലോകം തരുന്നതൊക്കെ നശ്വരങ്ങളാണ്. അനശ്വരമായതിനെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അറിയുക ഒരു പോരായ്മയായിട്ട് കരുതരുത്.
ദൈവം തന്നതല്ലാതെ നിന്റെ ജീവിതത്തിൽ എന്ത് നന്മയാണുള്ളത്? നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ എന്ത് നന്മയാണുള്ളത്? ഞാൻ ഈ ശ്വസിക്കുന്ന ശ്വാസം പോലും ഒരു നിമിഷം നിലച്ചു പോയാൽ പിന്നെ എന്തുണ്ട്? നാം നേടിയെടുത്തതൊക്കെ എന്തായിത്തീരും? നമുക്ക് ആലോചിക്കാം. ഇന്നത്തെ ദിവസം ഒരു ധ്യാനമായിരിക്കട്ടെ, ഒരു ചിന്തയായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ ഒന്നും തന്നെയില്ല. നമ്മുടെ അഹങ്കാരം മാറ്റിവെക്കാൻ, നമ്മുടെ ജീവിതം വളരെ സിമ്പിളാക്കി മാറ്റാം. കർത്താവേ, നീ തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, നിന്നെ അന്വേഷിക്കുന്നത് ഒരു പോരായ്മയായിട്ട് കരുതാൻ എന്നെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.